ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിക്കി മാസിനുള്ളിൽ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഇൻഷോട്ടിൽ എങ്ങനെ എളുപ്പത്തിൽ ഫോട്ടോ എഡിറ്റ് ചെയ്യാനുള്ളതാണ്. ഇത് പാർട്ട് 2 ആണ്. പാർട്ട് 1 ആയിട്ട് വീഡിയോ എഡിറ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും പോയി കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇൻഷോട്ടിലുള്ള ആപ്പിൽ തന്നെ നമ്മൾ പോയിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇടക്കിടക്ക് മാറുമെന്നുള്ള കാര്യമാക്കണ്ട. ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എഡിറ്റ് ചെയ്യുന്നത്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫോട്ടോ ആണ്, അടുത്ത വീഡിയോയിലാണ് അടുത്ത് ചെയ്യാം. നമുക്ക് ഫോട്ടോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ന്യൂ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഏത് ഫോട്ടോ ആണോ വേണ്ടത് ആ ഫോട്ടോ എടുക്കാം. ഞാനിപ്പോൾ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇതിലും നമ്മൾ അന്ന് നേരത്തെ ചെയ്തൊരു ഫോട്ടോ ആണിത്. ഇതിൽ നമ്മൾ ആദ്യത്തെ പോലെ തന്നെ ക്യാൻവാസ് നമ്മുടെ വലുപ്പത്തിനനുസരിച്ച് ഇതിനെ ക്രമീകരിക്കാവുന്നതാണ്. നമുക്ക് അഥവാ ഈ സൈപ്പാണ് വേണ്ടതെങ്കിൽ നമുക്കിങ്ങനെ വലുതാക്കി ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാം. അല്ല നമുക്ക് ഈ സൈസാണ് വേണ്ടതെങ്കിൽ നോർമലായിട്ട് നമുക്ക് അന്നേരമാണ് എല്ലാം കിട്ടുക, ബാക്ക്ഗ്രൗണ്ട് എല്ലാം ഫുള്ളായിട്ട് കിട്ടും. എന്നിട്ട് നമ്മൾ ഏതാ വേണ്ട ടിക്ക് കൊടുക്കുക. പിന്നെ ഫിൽറ്ററാണ്, നമുക്ക് കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ കളർ മാറ്റാവുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇത് കുറേ കളറുണ്ട്, കണ്ടാ കുറേ കളറുണ്ട് ഇതിൽ. നമുക്ക് ഏത് വേണമെന്ന് വെച്ചാൽ അത് നമുക്ക് ഇഷ്ടത്തിന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഏതാ വേണ്ട സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ടിക്ക് കൊടുക്കുക. അതിനുശേഷം ഇതുപോലത്തെ ഓപ്ഷൻസ് ആണ്. ഇത് നമ്മൾ കളറിൻ്റെ തന്നെയാണ്. അതും നമുക്ക് ഏതാ വേണ്ട വെച്ചാൽ ടിക്ക് ചെയ്ത് കൊടുത്തിട്ട് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ടിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ വരും. അത് വേണ്ടിക്കൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ വേണ്ടെങ്കിൽ നമുക്ക് അതൊന്ന് ബിഗ് ആയിക്കോ ഒന്ന് ചെയ്താൽ മതി. പിന്നെ നമുക്കുള്ളതാണ് എഫക്റ്റ് എന്നുള്ളതാണ്. ഇതിൽ നമുക്ക് ഇത് അതുപോലെ ഫോട്ടോ ഇപ്പോൾ കണ്ടൊരു ചെരിവ് പോലെ കണ്ടില്ലേ, അതുപോലെയൊക്കെ ഉണ്ട്. ഇത് വരുന്നതാണിത്. നമുക്കിതൊന്നും വേണ്ടെങ്കിൽ ഒറിജിനൽ ക്ലിക്ക് ചെയ്തിട്ട് ടിക്ക് കൊടുത്താൽ മതി. പിന്നെ സ്റ്റിക്കറാണ്. സ്റ്റിക്കർ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സ്റ്റിക്കർ എടുക്കാം. ഇതാ കണ്ടോ, ഏതെങ്കിലും നമുക്ക് ഞാനിപ്പോൾ ഇതാ ഒരു സ്റ്റിക്കർ ഞെക്കി ഇതാണ്ടോ, അത് നമുക്കിവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ഫോട്ടോ സ്റ്റിക്കർ ആക്കാവുന്നതാണ്. നമ്മൾ ഈ പ്ലസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേണ്ടുന്ന ഏതെങ്കിലും ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ ചെറുതാക്കിയാൽ ഇവിടെ ഇങ്ങനെ വെക്കാം. അതല്ല നമുക്ക് ഇത് വെക്കിയാൽ അതിനനുസരിച്ച് ഓരോ ആകൃതിക്ക് അനുസരിച്ച് എന്താ വട്ടത്തിനനുസരിച്ചിട്ടൊക്കെ നമുക്ക് കുറേ ആകൃതി ഉണ്ട്. സ്റ്റാർ, ലവ്, അങ്ങനത്തെ കുറേ ആകൃതികളുണ്ട് ഇതിൽ. എന്ന് വെച്ചാൽ അതിന് ഷേപ്പിൽ നമുക്ക് അടിച്ചു കൊടുക്കാം. വൃത്തത്തിലാണ് വേണ്ടെങ്കിൽ നമുക്കിവിടെ ഞാനിതുപോലെയാണ് ലോഗോ ഒക്കെ ചെയ്യാറുള്ളത് ഇവിടെ സൈഡിൽ. എന്നിട്ട് നമ്മൾ ഏതാണെന്ന് വെച്ചാൽ ടിക്ക് ചെയ്യുക. നമ്മുടെ ഫോട്ടോ നമ്മുടെ കട്ടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് എവിടെയാണോ വെക്കേണ്ടതെന്ന് വെച്ചാൽ അവിടെ വെച്ച് കൊടുത്താൽ സംഗതി സെറ്റായി. പിന്നെ നമുക്ക് വേണ്ടത് പിന്നെ ടിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ അടുത്ത ഓപ്ഷനാണ് ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനാണ്. ഇതിൽ നമുക്ക് എന്തെങ്കിലും എഴുതാനുണ്ടെങ്കിൽ എഴുതാവുന്നതാണ്. ഞാനിതാ ഒന്ന് എഴുതുന്നുണ്ട്. ഞാനൊന്ന് ഇവിടെ എഴുതി. നമുക്ക് ഈ കളർ മാറ്റാം. നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനൊക്കെ സെലക്ട് ചെയ്യാവുന്നതാണ് കളറ്. പിന്നെ അടുത്ത് നമ്മളെ ഹാൻഡ് റൈറ്റിൻ്റെ വലിപ്പത്തിനനുസരിച്ച് നമുക്ക് മാറ്റാം. പിന്നെ അടുത്ത് നമ്മുടെ അക്ഷരം വലുത് വേണോ അങ്ങനെ നമുക്ക് ചെയ്യുന്നതാണ്. പിന്നെ അക്ഷരം വിട്ട് വേണോ അടുപ്പിച്ച് വേണോ, നല്ല ഡാർക്കിൽ വേണോ, വളയണോ, വര വേണോ, അങ്ങനെയൊക്കെ നമുക്കിതിൽ കുറേ ഓപ്ഷൻസ് ഇതിൽ തന്നെ ഉണ്ട്. ഇതുപോലെയൊക്കെ വേണ്ടിക്കൽ നമുക്ക് ചെയ്യാവുന്നതാണ്. നമുക്കിപ്പോൾ ഇതൊന്നും വേണ്ട കൊണ്ട് നമ്മളിത് ഇത് ഓപ്ഷനിക്ക് എന്നിട്ട് നമ്മൾ ടിക്ക് ചെയ്ത് കൊടുത്താൽ നമ്മളിത് എവിടെയാണ് വെക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ചെറുതാക്കിയാലും വലുതാക്കിയാലും അവിടെ വെച്ച് കൊടുത്താൽ മതി. പിന്നെ അടുത്ത ഓപ്ഷനാണ് റിമൂവ് എന്നുള്ളത്. ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും വേണ്ടാത്തതായിട്ടുണ്ടെങ്കിൽ നമുക്കത് റിമൂവ് ചെയ്ത് വെക്കാം. അതിനായിട്ട് നമ്മൾ ഈ ബേസിക് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇത് രണ്ടാവുക. ഞാനിതാ ഇപ്പോൾ ഇത് നമ്മൾ റിമൂവ് ചെയ്യുകയാണ്. ഇങ്ങനെ വരച്ചു കൊടുത്താൽ അത് അങ്ങ് റിമൂവ് ആയി കിട്ടും. നമുക്ക് വീണ്ടും അതുപോലെ തന്നെ വെറണ്ടിക്കൽ ഇത് ഞെക്കുക. എന്നിട്ട് അതേപോലെ തന്നെ ഒന്ന് ആയിക്കൊടുത്താൽ മതി. കണ്ട അതുപോലെ തന്നെ നമുക്ക് മയക്കണ്ടിക്കൽ മയക്കാം, ആ മയച്ചത് തിരിച്ച് വരിപ്പിക്കുകയും ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ഉള്ള ഓപ്ഷൻ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്തതിന് ശേഷം നമ്മൾ ടിക്ക് കൊടുക്കുക. അതിലും ടിക്ക് കൊടുക്കുക. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും വരക്കണം, എന്തെങ്കിലും ഇതുപോലെ വരക്കണം, എന്തെങ്കിലും എഴുതാനായിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനാണിത്. അതിൽ നമുക്ക് ഏറോ മാർക്കൊക്കെ ഇങ്ങനെ ഏറോ മാർക്കൊക്കെ വരക്കാം. ഇതിനനുസരിച്ചുള്ള കളറും നമുക്ക് എടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള കളറൊക്കെ സെലക്ട് ചെയ്യാവുന്നതാണ്. തൽക്കാലം എനിക്കിപ്പോൾ ഇതൊന്നും വേണ്ട. നമുക്ക് അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് പോയി കൊടുക്കുന്നുണ്ട്. ടിക്ക് അടിച്ചു.
പിന്നെയുള്ള ഓപ്ഷനാണ് അങ്ങനെ തന്നെ നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ. ഇതൊക്കെ നമ്മൾ ആവശ്യത്തിനുള്ള സാഹചര്യം അനുസരിച്ചാണ് നമ്മളിത് എടുക്കുന്നത്. ഇതൊക്കെ നമുക്ക് എന്തൊക്കെ ചെയ്യണം അതൊക്കെ ഫോട്ടോ എഡിറ്റ് ചെയ്തതിന് ശേഷം മേലെയുള്ള ഈ എക്സ്പോർട്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം നമ്മളിത് ഫോട്ടോ വേഗം തന്നെ ക്രിയേറ്റ് ആയിട്ട് വരുന്നതാണ്. അതിനുശേഷം നമുക്കിത് ഗാലറിയിൽ വന്നിനോ നോക്കാനായിട്ട് നമ്മൾ നേരെ ഗാലറിയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്ത ഫോട്ടോസ് അവിടെ ഗാലറിയിൽ വന്നിട്ടുണ്ട്. ഇൻഷോട്ടിൽ നമുക്ക് അധികം നെറ്റൊന്നും ആവശ്യമില്ല. പിന്നെ നമുക്ക് നെറ്റ് ഇല്ലാതെ തന്നെ നമുക്ക് ഇൻഷോട്ടിൽ ഫോട്ടോ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ നമുക്കെന്നാൽ അടുത്ത വീഡിയോയിൽ അടുത്ത് എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്കും ചെയ്യൂ, കൂട്ടുകാർ കൂടി ഷെയർ ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബായ്.